ഒരു വലിയ പ്രഭാഷണമൊന്നും നടത്താൻ മുതിരുന്നില്ല. ഞാനതിന് അർഹനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഈ നാടിൻ്റെ ഹൃദയമായ നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ ദേവാലയത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചത് എൻ്റെ പൂർവ്വ ജന്മസുഖമായും എൻ്റെ ഭാഗ്യമായും എൻ്റെ ഗുരുത്വമായും എന്നെ ഇവിടെ ഈ ഒരു മഹത് സംഗമത്തിന് ക്ഷണിച്ച എല്ലാവരോടും എന്നെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ അവരെ പ്രേരിപ്പിച്ച ആ മഹത് ശക്തിയോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഹൃദയമാണ് ആ പള്ളി, എൻ്റെ ആത്മാവാണ് അവിടുത്തെ നാട്ടുകാർ, അവരുടെ ഒരു ആവശ്യമാണ് അവരുടെ ഒരു പള്ളിയിലേക്ക് മോഹൻലാൽ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ചിലരോട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, അതിലൊരാളാണ് അദ്ദേഹം. അതൊരു പ്രത്യേക ഐശ്വര്യമാണ്. അപ്പോൾ ആ ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. എൻ്റെ ഷൂട്ടിംഗ് നിർത്തിയിട്ടാണ് വന്നത്. അതെൻ്റെ ജോലിക്കാര്യം, അത് ഞാനിവിടെ പറയുന്നില്ല. കോട്ടയം എനിക്ക് വളരെ സുപരിചിതമായ നഗരമാണ്. ഒരുപാട് സിനിമകൾ, ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ബന്ധങ്ങൾ ഉള്ള സ്ഥലമാണ്. നല്ലവരായ മനുഷ്യരെ കണ്ട സ്ഥലമാണ്. നല്ല മനുഷ്യരുണ്ടാക്കിയ നല്ല മനസ്സുകൾ, നല്ല മണ്ണും കണ്ട സ്ഥലമാണ്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾക്ക് ഞാൻ ഈ മണ്ണിൽ ജീവൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരം എനിക്ക് വളരെ സുപരിചിതമാണ്. ഞാൻ ഈ വഴി യാത്ര ചെയ്യുകയും ഈ പള്ളിയിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ആൾക്കൂട്ടവും ആഘോഷവും ഒക്കെ വളരെയധികം ഊർജം പകരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. കാര്യം അതെൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട്. പെരുന്നാളുകളും പൂരങ്ങളും ആണ്ടുനേർച്ചകളും ഒക്കെ കേരളത്തിൻ്റെ അലങ്കാരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഉത്ഭവങ്ങൾ അത് ഒരു മതവുമായിട്ട് ചേർത്ത് പറയാവുന്നതാണ്. എന്നാൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് മതങ്ങൾ ദേവാലയത്തിൻ്റെ ഉള്ളിലാണ്, ആഘോഷങ്ങൾ ദേവാലയത്തിൻ്റെ വെളിയിലാണ്. അവിടെ എല്ലാവരും ഒത്തുചേരുന്ന ഒരു കർമ്മമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിൻ്റെ ഒരു ഊർജം തീർച്ചയായിട്ടും ഈ നാടിനുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല മനുഷ്യരുടെ നല്ല ഒരു സത്സംഗമമായിട്ടാണ് ഞാൻ ഈ പുതുപ്പള്ളിയിലെ ഇന്നത്തെ ഈ ആഘോഷങ്ങളെ ഞാൻ കാണുന്നത്. മതങ്ങൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ മതങ്ങളെ മാത്രമല്ല വളർത്തേണ്ടത്, വളരെ നല്ല മനസ്സുള്ള മനുഷ്യരെയും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ പള്ളിക്ക് അതിന് കഴിയും, അതിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നു. പ്രാർത്ഥനയിലൂടെ നല്ല തെളിമയുള്ള ആത്മാവ് നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. അത്തരം പ്രഭാഷണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഞാൻ. ഇതിൻ്റെ ഒരു അഭിമാനമായിട്ട് കാണുന്നു, ഇതിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ഞാൻ കാണുന്നു. എനിക്കിവിടെ എത്തിപ്പെടാനും നിങ്ങളെ കാണാനും കഴിയുന്ന സന്തോഷപ്പെടുത്തുകയായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉമ്മൻചാണ്ടി സാറിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ജയ് ഹിന്ദ്.